ജെയ്സി തോമസ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന മുസ്ലിങ്ങളെ ഉന്നം വെച്ചിട്ടല്ല കോൺഗ്രസിനെ കുറിച്ചാണ് എന്ന് ബി.ജെ.പി പറയുന്നു. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഇല്ല, ഈ പ്രഭാഷണത്തെ സംബന്ധിച്ച് അതിൻ്റെ ഒരു സൂക്ഷ്മതയിലേക്ക് ദീർഘസമയം എടുത്തുകൊണ്ട് ബി.ജെ.പി സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ പ്രചാരകരുമായി നമ്മൾ ഇന്ന് തർക്കിച്ചതുകൊണ്ടോ സംവാദത്തിൽ ഏർപ്പെട്ടതുകൊണ്ടോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ രത്നച്ചുരുക്കം എന്താണ്? സാധാരണഗതിയിൽ നമുക്ക് പരിമിതമായ രാഷ്ട്രീയ പ്രവർത്തന അനുഭവമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാനും നമ്മുടെ നാട്ടിലെ പല ആളുകളും ധരിച്ചിട്ടുണ്ടായിരുന്നത് ഇത്രയും നിലവാരവും അന്തസ്സുമില്ലാത്ത RSSകാർ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമേ കാണൂ എന്നുള്ളതാണ്. എന്നാൽ കേരളത്തെക്കാളും നിലവാരവും അന്തസ്സുമില്ലാത്തൊരു RSSകാരൻ ഗുജറാത്തിലുണ്ടെന്നും അങ്ങനെ ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മാറിയെന്നും മാത്രം ഇന്നത്തോടുകൂടെ ഇന്ത്യക്കാകെ ബോധ്യം വന്നിട്ടുണ്ട്. പിന്നെ ഇത് മതന്യൂനപക്ഷ വിഭാഗവും മതഭൂരിപക്ഷ വിഭാഗവും എന്ന് വേർതിരിച്ച് കാണേണ്ട ഇതൊരു ഹിന്ദു മുസ്ലിം സംവാദം തർക്കം എന്ന നിലയിലേക്കല്ല ഈ ചർച്ചയെ നമ്മൾ കൊണ്ടുപോകേണ്ടത്. ബി.ജെ.പി പ്രതിനിധിയെ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ എത്ര ശ്രമിച്ചാലും അതിനു വേണ്ടിയിട്ടായിരിക്കും നിങ്ങളുടെ പരിശ്രമമാകുകയും. ഇന്ത്യയുടെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ വളർച്ചയുടെ അനുഭവം എന്താണ്? ഏതെങ്കിലും ഒരു സമുദായത്തെ, ഒരു മതവിഭാഗത്തെ, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ ആകെ ലക്ഷ്യം വെക്കുക എന്ന് പറയുന്നത് അവരുടെ മാത്രം ഒരു സാമുദായിക പ്രശ്നമാണോ? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. ഇന്നയോളമുള്ള ലോകത്തിൻ്റെ ഇന്ത്യയുടെ ചരിത്രം അങ്ങനെയല്ല. ഒരു സമുദായത്തെ ലക്ഷ്യം വെച്ച് വംശഹത്യ നടത്താൻ നിങ്ങൾ ശ്രമിച്ചാലും ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ, ജാതിയെ, മതത്തെ ലക്ഷ്യം വെച്ച് അവരെ കൂട്ടക്കൊല നടത്താൻ ശ്രമിച്ചാലും ഇന്ത്യ പ്രതികരിക്കാറുള്ളത് ഒറ്റക്കെട്ടായിട്ടാണ്. അത് ഞങ്ങളുടെ പ്രശ്നമാണ്. മനുഷ്യരായി പറന്ന വിവിധ സമുദായങ്ങളുടെ, വിവിധ മതവിശ്വാസങ്ങളുടെ, വിവിധ ജാതികളിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെയും ജീവിതത്തിന് നേരെയുള്ള വെല്ലുവിളി എന്ന നിലയിൽ തന്നെയാണ് ആ പ്രശ്നത്തെ ഞങ്ങൾ ചർച്ച ചെയ്യുകയും കാണുകയും ചെയ്യുന്നത്. പ്രസംഗത്തിലെ വരി എന്താണ്? അങ്ങ് ശ്രദ്ധിച്ചിട്ടില്ലേ? ബി.ജെ.പിയുടെ പ്രതിനിധി അങ്ങേക്ക് മാത്രം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സെലക്റ്റീവ് ശ്രദ്ധക്കുറവും ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ കാണാതിരിക്കാനുള്ള സെലക്റ്റീവ് തിമിരവും നിങ്ങളുടെ കണ്ണുകൾ കൊണ്ടെന്നറിയാം. രാജ്യത്തിലെ സമ്പത്തിന്റെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളാണെന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട്. ഈ സ്വത്തുക്കളെല്ലാം ഒരുമിച്ച് കൂടി കൂടുതൽ മക്കളുള്ളവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും നൽകണമെന്നാണ് അതിനർത്ഥം. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കൾ നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകണോ? ഇത് നിങ്ങൾക്ക് അംഗീകരിക്കാനാകുമോ? ഇതൊരു മുസ്ലിം പ്രശ്നം മാത്രമല്ല, ഇത് ഇന്ത്യയിലെ അന്തസ്സുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും ജീവിതത്തിന് നേർക്കുള്ള പ്രശ്നമാണ്. ആ നിലയിലാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. RSS ഇതിനെ കാണുന്നത് ഇതൊരു പ്രത്യേക സമുദായത്തെ ആയതുകൊണ്ട് ആ സമുദായത്തെ മാത്രം, ഒരു മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ട് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തെ അങ്ങ് ഒറ്റപ്പെടുത്തി ഇപ്പറേ ഒരു ഭൂരിപക്ഷ ധ്രുവീകരണം സൃഷ്ടിച്ച് അങ്ങനെ മെജോറിറ്റേറിയൻ പൊളിറ്റിക്സ് വഴി ഒരിക്കൽ കൂടെ പാർലമെന്റിലേക്കോ പഞ്ചായത്തിലേക്കോ ജയിച്ചു കയറാമെന്നുള്ളതാണ്. ബി.ജെ.പി പ്രതിനിധി അങ്ങ് അക്കമിട്ട് വെച്ചു. ഏതെങ്കിലും ഒരു സമുദായത്തെ ചൂണ്ടിക്കാട്ടി, ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ചൂണ്ടിക്കാട്ടി, പ്രത്യേകിച്ച് മുസ്ലിമിനെ ചൂണ്ടിക്കാട്ടി അവരെ നുഴഞ്ഞുകയറ്റക്കാരെന്നും അവരെ കള്ളന്മാരെന്നും അവരെ കൂടുതൽ മക്കളുള്ളവെന്നും എങ്ങാനും പുലമ്പിയാൽ, പുലമ്പുന്നവൻ നമ്മുടെ നാട്ടിലെ ലോക്കൽ വർഗീയവാദിയാവട്ടെ, അന്തർദേശീയ വർഗീയവാദിയായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ആവട്ടെ, അവരുടെയൊന്നും പുലമ്പലിന് ഈ നാട്ടിൽ കാലിനടിയിൽ തുപ്പിക്കളയുന്ന പുല്ലിന്റെ പോലും വിലയുണ്ടാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ചോരയും ജീവനും കൊടുത്ത് ഇത്തരം അനുഭവങ്ങളെ പ്രതിരോധിച്ചിട്ടാണ് ഇന്നത്തെ ഇന്ത്യ ഉണ്ടായിട്ടുള്ളത്. ഇതിനേക്കാൾ വലിയ വർഗീയവാദം പല കാലയളവിലും ഇന്ത്യയും നമ്മുടെ നാടിന്റെ മറ്റ് പല പ്രദേശങ്ങളും നേരിട്ടിട്ടുണ്ട്. അതിനൊക്കെ മുമ്പിൽ നമ്മൾ തലകുനിച്ചോ? അതിനൊക്കെ മുമ്പിൽ നമ്മൾ കീഴടങ്ങിയോ? നിങ്ങൾ ഷൂ വൃത്തിയാക്കി കൊടുത്തൊരു കൂട്ടരുണ്ടായിരുന്നല്ലോ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാര്. അവരുടെ പോളിസിയല്ലേ ഡിവൈഡ് ആൻഡ് റൂള്? ഷൂ വൃത്തിയാക്കി കൊടുത്തതിന്റെ പാരമ്പര്യം എന്ന വണ്ണം വിഭജിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പദ്ധതിയെ ഇപ്പോൾ ഇന്ത്യൻ ബ്രിട്ടീഷ് അനുകൂലികളായിട്ടുള്ള പാദസേവകരായിട്ടുള്ള ഷൂ വൃത്തിയാക്കൽ സംഘമായിട്ടുള്ള നിങ്ങൾ അത് ഇന്ത്യയിൽ വീണ്ടും നടപ്പിൽ വരുത്താൻ കഴിയുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങ് ഓർമ്മിക്കേണ്ട 2-3 പേരുകളുണ്ട്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഈ തന്ത്രം നടപ്പിലാക്കിയപ്പോൾ കേരളം അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? കേരളം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എങ്ങനെയാണ് പ്രതികരിച്ചത്? നിങ്ങൾ ഷൂ വൃത്തിയാക്കി കൊടുക്കുന്നതിന്റെ തിരക്കിനിടയിൽ നിങ്ങൾ ആ ചരിത്രം നോക്കിയിട്ടില്ല. കേരളത്തിൽ ആദ്യം രക്തസാക്ഷിത്വം ഭരിച്ചത് ചാത്തുക്കുട്ടിയോടൊപ്പം തലശ്ശേരിയിൽ അബുവാണ്. അബുവും ചാത്തുക്കുട്ടിയുമാണ് ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ബ്രിട്ടീഷ് തന്ത്രത്തിനെതിരെ കേരളത്തിൽ ഒരുമിച്ച് രക്തസാക്ഷിത്വം ഭരിച്ചത്. അങ്ങ് ഓർക്കുന്നില്ലേ? വക്കം അബ്ദുൽ ഖാദർ ആരോടൊപ്പമാണ് തൂക്കുകയറിലേക്ക് നടന്നു കയറിയത്? സത്യവർദ്ധൻ, ആനന്ദൻ, ഫൗജ സിംഗ്, ഇങ്ങനെ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവർ, മതന്യൂനപക്ഷത്തിൽപ്പെട്ടവർ, മതഭൂരിപക്ഷത്തിൽപ്പെട്ടവർ ഒരുമിച്ച് കൈകൾ കോർത്തിട്ടാണ് നിങ്ങൾ ഷൂ വൃത്തിയാക്കി കൊടുത്തുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാരുടെ ഈ ഭിന്നിപ്പിക്കൽ സ്വരത്തിനെതിരെ സമരം ചെയ്ത് രക്തസാക്ഷിത്വം ഭരിച്ചത്. നമ്മുടെ കാസർഗോഡ് കയ്യൂര് എങ്ങനെയാണ് ONV പാട്ടെഴുതിയിട്ടുണ്ട്, ഇരുട്ടിനെതിരെ ഇന്ത്യ കൊളുത്തിയ 4 കടാദീപങ്ങൾ. ബി.ജെ.പി പ്രതിനിധി ഓർമ്മിക്കണം, അങ്ങയുടെ പൂർവികർ ഷൂ വൃത്തിയാക്കി കൊടുത്ത ബ്രിട്ടീഷുകാർ അന്ന് ഭിന്നിപ്പിക്കൽ തന്ത്രം ഇതേപോലെ നടപ്പിൽ വരുത്താൻ ശ്രമിച്ചപ്പോൾ മഠത്തിൽ അപ്പവും പള്ളിക്കൽ അബൂബക്കറും പെടോര കുഞ്ഞമ്പു നായരും കൊയ്ത്താറ്റിൽ ചിരികണ്ഠനും ഒരുമിച്ചാണ്
വ്യത്യസ്ത മതജാതി സാമുദായിക ശക്തികളിൽ പെട്ടവർ ഒരുമിച്ചാണ് നിങ്ങൾ ഷൂ വൃത്തിയാക്കി കൊടുത്തുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാരന്റെ, അതായത് നിങ്ങളുടെ മൂത്താപ്പമാരുടെ ഈ ഭിന്നിപ്പിക്കൽ സ്വരത്തിനെതിരെ ഒരുമിച്ച് ജയിൽ മുറികളിലേക്കും കഴിമരത്തിലേക്കും നടന്നു കയറിയത്. അതുകൊണ്ട് ഇപ്പൊ രാജസ്ഥാനിൽ പോയി നിന്ന് ഇങ്ങനെ 10 പ്രസംഗം നടത്തി ഇന്ത്യയിൽ ഒരു ന്യൂനപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കി ഇപ്പൊ പഞ്ചായത്തിലേക്കും അല്ലെ പാർലമെന്റിൽ 10 സീറ്റിലേക്കും കയറാമെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ താൽക്കാലികമായ വിജയത്തിനപ്പുറം ആത്യന്തികമായി നിങ്ങൾ പരാജയപ്പെടും. ഇതിനേക്കാൾ വലിയ വിജയം നേടിയിട്ടുള്ള ലോകത്തിലെ സംഘടിത കൊലയാളി സംഘത്തിന്റെ നേതാക്കന്മാരുണ്ടായിരുന്നു. ഒരുത്തൻ ഇറ്റലിയിലെ മിലാനിൽ തെരുവ് വിളക്കിന്റെ ചുവട്ടിൽ നായ്ക്കൾ നക്കിക്കുടിച്ച രക്തത്തിന്റെ പ്രതീകമായി മാറിയ മുസോളിനിയാണ്. മറ്റൊരാൾ സ്വന്തം ജീവിത പങ്കാളിയെ വെടിവെച്ച് കൊന്നുകളഞ്ഞ് സ്വയം ആത്മാഹുതി ചെയ്യേണ്ട വന്ന ഹിറ്റ്ലറാണ്. ഈ ചരിത്രമൊക്കെ നിങ്ങൾ ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഷൂ വൃത്തിയാക്കി കൊടുക്കുകയും ആ സംഘത്തിൽ നിന്ന് ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള പ്രത്യയശാസ്ത്രം ആർജിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇതിനെയൊക്കെ ചെറുത്തു തോൽപ്പിച്ച് ചരിത്രത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക്, ചരിത്രത്തിന്റെ ശ്മശാനത്തിലേക്ക് മനുഷ്യത്വപൂർണ്ണമായ ലോകമെമ്പാടുമുള്ള ഇന്ത്യയിലുള്ള മനുഷ്യ സമുദായത്തിനുള്ളത്. ആ ചരിത്രം നിങ്ങളെയും മ്യൂസിയത്തിനുള്ള ഫോസിലുകളാക്കും. നാളെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്താകാൻ പാടില്ല, ഒരു രാഷ്ട്രീയ നേതാവ് കോൺഗ്രസോ ഇടതുപക്ഷ വിരുദ്ധമോ ഏതുമാവട്ടെ, പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഒരു ജനപ്രതിനിധിയും എന്താകാൻ പാടില്ല എന്ന് ഇന്ത്യയിലെ കുട്ടികൾ പഠിക്കുക. നിങ്ങളുടെ RSSന്റെ പ്രചാരകൻ നരേന്ദ്രമോദി നടത്തിയ കൊലപാതക സമാനമായ വംശഹത്യക്ക് പ്രേരണ നൽകുന്ന ഈ വർഗീയ വിഷത്തെ നോക്കിയിട്ടായിരിക്കും. ഇസ്ലാമിക വിരുദ്ധമായ വിരുദ്ധമായ ഇന്ത്യ വിരുദ്ധമായ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലുണ്ട്. ആ ചരിത്രം പഠിച്ചു വരുന്ന കുട്ടികൾ എല്ലാ കാലവും ശ്മശാനത്തിനുള്ളിലാണ്. എല്ലാ കാലവും ശരിയല്ല, എല്ലാവർക്കും പറയണ്ടേ? ഇതിപ്പോ BJP അല്ലേ റിസീവിംഗ് ഉണ്ടല്ലോ, അവരല്ലേ മറുപടി പറയേണ്ടത്. ആലോചിച്ചുകൊള്ളൂ. താൽക്കാലികമായ വിജയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം. ശരി, മഹാപരാജയത്തിലേക്കാണ് സമയത്തിന്റെ മേജർ പോർഷനും എടുത്തിട്ട് പോയത്. ഇല്ല, അങ്ങനെയില്ല. അതിന്റെ സംഗതി എന്താ വെച്ച് കഴിഞ്ഞാല് അവരല്ലേ മറുപടി പറയേണ്ടത്. നിങ്ങൾ ചോദ്യം ചോദിക്കുകയോ അറ്റാക്ക് ചെയ്യുകയോ ചെയ്യുന്ന പൊസിഷനിലല്ലേ.